കംസനെ വധിക്കാനുള്ള ആൾ അമ്പാടിയിലെ ഗോകുലത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞ കംസൻ പല അസുരന്മാരെയും അയച്ചെങ്കിലും അവരെ എല്ലാം കൃഷ്ണൻ കൊന്നുകളഞ്ഞു. അതിനാൽ കംസൻ തന്റെ ദൂതനായി അക്രൂരനെ ഗോകുലത്തിലേക്ക് അയക്കുന്നു. ധനുർ യാഗത്തിൽ പങ്കെടുക്കാൻ എന്ന വ്യാജേന ശ്രീകൃഷ്ണനെയും ബലരാമനെയും അക്രൂരൻ മധുരയിൽ എത്തിക്കുന്നു. അക്രൂരർ സാധുവും വിഷ്ണുഭക്തനുമായിരുന്നു. എന്നാൽ കംസനെ ഭയന്ന് ശ്രീകൃഷ്ണനെയും ബലരാമനെയും അക്രൂരർ മധുരയിൽ എത്തിച്ചു. അവിടെ എത്തി ആദ്യം കണ്ടത് ഒരു അലക്കുകാരനെ ആയിരുന്നു. അവൻ കംസന് വസ്ത്രങ്ങളുമായി പോകുകയായിരുന്നു. ഗോപന്മാർക്കും മേൽ വസ്ത്രങ്ങൾ വേണമെന്ന് തോന്നിയ കൃഷ്ണൻ അലക്കുകാരനോട് വസ്ത്രം ആവശ്യപ്പെട്ടു. അവൻ വസ്ത്രങ്ങൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഗോപന്മാരെ കാട്ടുജാതികളെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. അത് ശ്രീകൃഷ്ണനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. അലക്കുകാരനെ വലിച്ചു താഴെ ഇട്ടു കംസ വധത്തിനു തുടക്കം കുറിച്ചു. കുറുക്കൂട്ടുമായി കൊട്ടാരത്തിലേക്ക് പോകുന്ന ഒരു കൂനിയെയാണ് ഭഗവാൻ തുടർന്നു കണ്ടത്. അവൾ ഭഗവാന്റെ ആവശ്യപ്രകാരം കുറിക്കൂട്ട് നൽകി ആദരിച്ചു. ഭഗവാന് സുന്ദരി എന്ന് വിളിച്ച് താടിയിൽ കൈവച്ച് താടി പൊക്കി. കൂനിയുടെ കൂനെല്ലാം അപ്രത്യക്ഷമാകുകയും അതീവ ലാവണ്യവതി ആയി തീരുകയും ചെയ്തു. ഭഗവാന്റെ ലീലകൾ മധുരാവാസികളെ അത്ഭുതപ്പെടുത്തി. കംസന്റെ വിലക്കുകളെ അവഗണിച്ച് ആബാലവൃദ്ധം മധുരാവാസികൾ ഭഗവാനെ കാണാനെത്തി. നഗരപ്രദക്ഷിണ വേളയിൽ ധനുര്യാഗം നടത്തുന്ന യാഗശാലയിലെത്തി. പൂജക്കുവച്ചിരുന്ന വില്ലെടുത്തു കുലച്ചു. കംസന്റെ മരണമണി പോലെ അതു അത്യുച്ച ശബ്ദത്തിൽ പൊട്ടിത്തകർന്നു. പൊട്ടിയ വില്ല് ആയുധമാക്കി രാമകൃഷ്ണന്മാര് യാഗഭൂമിയിൽ കണ്ടതെല്ലാം തകർത്തു. രാത്രി കംസനെ കാണാൻ പോയില്ല. അക്രൂരന്റെ കൂടെ ആ രാത്രി കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ കംസഭടന്മാരുടെ യുദ്ധകോലാഹലം കേട്ടു. മല്ലന്മാരുടെ കൈക്കരുത്ത് മാലോകരെ കാണിക്കാനായിരുന്നു അത്. കംസഭടന്മാർ മല്ലയുദ്ധതൽപരന്മാരാണ്. ബലരാമനും കൃഷ്ണനും രാവിലെ കുളി കഴിഞ്ഞ് കംസനെ കാണാൻ പുറപ്പെട്ടു. മാർഗമധ്യത്തിൽ കുവലയാപീഠമെന്ന കൊലകൊമ്പനാന വഴിമുടക്കി നിന്നിരുന്നു. ആനക്കാരനോട് ആവശ്യപ്പെട്ടിട്ടും ആനയെ മാറ്റിയില്ല. മാത്രമല്ല, ആക്രമിക്കാനുള്ള ആജ്ഞയാണ് ആനക്കു നൽകിയത്. ആന തുമ്പിക്കൈ കൊണ്ടും കൊമ്പുകൊണ്ടും ഭഗവാനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഭഗവാന് സമർത്ഥമായി ഒഴിഞ്ഞുമാറി. ആനയുടെ കാലുകൾക്കിടയിൽ മാറി നിന്നു. ശത്രുവിനെ കാണാതെ ആന ക്രുദ്ധനായി. വീണ്ടും ഭഗവാനെ ആക്രമിച്ചപ്പോൾ ആനയെ വാലിൽ പിടിച്ചു വട്ടം കറക്കി ദൂരെയെറിഞ്ഞു. ആന 25 വിൽപ്പാടകലെ തെറിച്ചു വീണു. ആനയുടെ മസ്തകം അടിച്ചു തകർത്തു. കാല് വഴുതി വീണ പോലെ നിലത്തു കിടന്നു. ആന ആഞ്ഞു ഭഗവാനെ കുത്തി. കുത്തു ഭഗവാനേറ്റില്ല. വെറും തറയിൽ കൊമ്പു താഴ്ന്നിറങ്ങി. കൊമ്പു വലിച്ചെടുക്കാനാവാതെ ആന വശം കെട്ടു. കൃഷ്ണനാകട്ടെ നിഷ്പ്രയാസം ആനക്കൊമ്പുകൾ തറയിൽ നിന്നും ആനയിൽ നിന്നും വലിച്ചൂരി. രക്തം നദിയായി ഒഴുകി. ഒരു കൊമ്പു ശ്രീകൃഷ്ണനും ഒരു കൊമ്പു ബലരാമനും കൈവശം വച്ചു മല്ലവേദിയിലെത്തി. ആ മുഖം ദർശിച്ച യോദ്ധാക്കൾ യുദ്ധവീരനെന്നു ഭഗവാനെ വാഴ്ത്തി. ചാണൂരൻ യുദ്ധഭേരി മുഴക്കി. ചാണൂരൻ കൃഷ്ണനെയും മുഷ്ടികന് ബലരാമനെയും വെല്ലുവിളിച്ചു. അവർ കുട്ടികളെ നിസ്സാരഭാവത്തിൽ കണ്ട് യുദ്ധം ആരംഭിച്ചു. പക്ഷേ യുദ്ധലീലയിൽ തങ്ങളൊട്ടും പിന്നിലല്ലെന്നു രാമകൃഷ്ണന്മാർ തെളിയിച്ചു. ചാണൂര മുഷ്ടികന്മാർക്കും അത് ബോധ്യമായി. അവർ വീർക്കാനും കിതയ്ക്കാനും തുടങ്ങി. രാമകൃഷ്ണന്മാർക്ക് യാതൊരു കുലുക്കവുമില്ല. അവരുടെ യുദ്ധത്തിനിടയിൽ കൈകളും കാലുകളും തലയും പരസ്പരം കൂട്ടുപിണഞ്ഞു. മല്ലന്മാർ ദൂരെ തെറിച്ചു വീണു. ചാണൂരനെ കാലിൽ പിടിച്ചു കറക്കി. അവന് 10 ദിക്കുകളും ഒരേ സമയം കണ്ടു. ചാണൂരന്റെ തലക്കകത്ത് വലിയ കല്ല് ഉരുണ്ടുകളിക്കുന്നതുപോലെ തോന്നി. കംസഘാതകനോട് ഏറ്റുമുട്ടുവാന് തോന്നിയത് വിനാശബുദ്ധിയാലെന്ന് ബോധ്യമായി. കംസന് 4 പാടും ഓടിത്തുടങ്ങി. കാലിച്ചിക്കന്മാരെ കാട്ടിലേക്ക് ഓടിക്കൂ എന്ന് കംസൻ പടത്തലവന്മാരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവരാരും മരണവായിലേക്ക് ഓടിക്കേറാൻ തയ്യാറല്ലായിരുന്നു. ദേവകീവസുദേവന്മാരെ ബന്ധിക്കാൻ കംസൻ ആജ്ഞ നൽകി. അതുകേട്ട കൃഷ്ണൻ കുതിച്ചു ചാടി കംസന്റെ അടുത്ത് എത്തി. കംസനെ ചവിട്ടിത്തകർത്തു. കംസൻ നിലത്തു മലർന്നടിച്ചു വീണു. അവന്റെ നെഞ്ചത്തു കയറി പിടിമുറുക്കി. പ്രാണവേദനയിൽ കംസന്റെ കണ്ണുകൾ മുഖത്തുനിന്നും പുറത്തു ചാടി തുറച്ചു നിന്നിരുന്നു. വിഷ്ണുവിന്റെ ഭയാനകമായ വിശ്വരൂപം കംസൻ കണ്ടു. കംസന്റെ പ്രാണന് പരലോകം കണ്ടപ്പോൾ കംസന്റെ ഉള്ളിൽ ഈ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ കംസന് മുക്തി ലഭിച്ചു.